നമഃ ശിവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവശക്ത്യാ യുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലഃ സ്പന്ദിതുമപി. അതസ്ത്വാമാരാധ്യാം ഹരിഹരവിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥം അകൃതപുണ്യഃ പ്രഭവതി. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ച അർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംന സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. പതിവ് പോലെ ഒരു വചനഗാനം ആലപിച്ചുകൊണ്ട് തുടങ്ങാം. ചൊല്ലിത്തരാം, ഏറ്റുചൊല്ല. ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി, ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി, ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി. നന്ദകുമാര നവനീത ചോര, നന്ദകുമാര നവനീത ചോര, ഹൃദയ വിഹാര ബടാ ചിത്ത ചോര, ഹൃദയ വിഹാര ബടാ ചിത്ത ചോര. ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി. എപ്പോഴെല്ലാം സനാതനധർമ്മത്തിന് ക്ഷീണം സംഭവിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ഈ നാമസങ്കീർത്തന പ്രസ്ഥാനത്തിലൂടെയാണ് അത് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളത്. ചരിത്രം പരിശോധിച്ചാൽ കാണാം, പല ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാന സംഗതി ജനങ്ങളുടെ അമാന്തം. ഈശ്വരദർശനം വേണം എന്നുള്ള ദാഹം കുറഞ്ഞു വരുമ്പോഴാണ് ഈ സനാതനധർമ്മത്തിന് ക്ഷീണം തട്ടി എന്ന് പറയാം. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ താങ്ങി നിർത്തുന്നതാണ്. നമ്മൾ ഇരിക്കുന്ന ആ ഇരിപ്പിടം കീഴ്പിട്ട് പോയാൽ പിന്നെ എന്താ നമുക്കൊരു നിക്കക്കിള്ളി? അപ്പോൾ ധർമ്മം പോയാൽ എല്ലാം പോയി. ധർമ്മ ഏവ ഹതോ ഹന്തി ധർമ്മോ രക്ഷതി രക്ഷിതഃ. ധർമ്മത്തെ നാം രക്ഷിച്ചാൽ അത് നമ്മെ രക്ഷിക്കും. നിസ്സാര കാര്യം, ഒരു പശുവിന് പുല്ലും വെള്ളവും കൊടുത്തില്ലെങ്കിൽ അകട്ടിൽ നിന്ന് പാല് കിട്ടുമോ? ധർമ്മത്തെ നാം പാലിച്ചില്ലെങ്കിൽ ധർമ്മം നമ്മെ എങ്ങനെ പാലിക്കും? ധർമ്മ ഏവ ഹതോ ഹന്തി ധർമ്മോ രക്ഷതി രക്ഷിതഃ. ഇത്തരം സത്രങ്ങൾ
കുറച്ചെങ്കിലും ധർമ്മം താഴേക്ക് വീഴു പോകാതിരിക്കാൻ അത് കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ്. ഈ തലമുറ എന്തു ചെയ്തു എന്ന് അടുത്ത തലമുറ ചോദിക്കുമ്പോൾ നമ്മളൊന്നും ചെയ്തില്ല എന്ന് വന്നാൽ നമുക്ക് നാണക്കേടാണ്. ചൈതന്യ മഹാപ്രഭു, ജ്ഞാനേശ്വരി തുടങ്ങി അടുത്ത കാലത്തുള്ള മഹാത്മാക്കളൊക്കെ ഇങ്ങനെ സനാതന ധർമ്മത്തിന് തളർച്ച വന്നപ്പോൾ ഉയർത്തെഴുന്നേൽക്കാൻ സഹായിച്ചവരാണ്. അവർ പ്രധാനമായി നാമസങ്കീർത്തനം. അറിയാതെ ഒരു വൈബ്രേഷൻ വരും. ഈ വൈബ്രേഷൻ നമ്മിൽ വലിയൊരു ശക്തി ഉണ്ടാക്കുന്നതാണ്. ചൈതന്യ മഹാപ്രഭു നടന്നു പോകുമ്പോൾ ആരെങ്കിലും കണ്ടുമുട്ടിയാൽ അവരെ രണ്ട് തോളും പിടിച്ചുകൊണ്ട് ഉറക്കെ അവരോട് പറയും, ഹരി ബോൽ ഹരി ബോൽ ഹരി ബോൽ ഹരി ബോൽ. പറയൂ, ഹരിന്ന് പറയൂ, ഹരിന്ന് പറയൂ. അങ്ങനെയാണ് അദ്ദേഹം നാമസങ്കീർത്തന പ്രചാരം ചെയ്തത്. ഭഗവാൻ തന്നെ നാരദനോട് പറഞ്ഞു, നാരദ, എന്നെ തേടി എങ്ങും അലയണ്ട. മദ്ഭക്ത എത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ. ഉള്ളിൽ തട്ടി എൻ്റെ നാമം, ശരിക്കും പറഞ്ഞാൽ ഭഗവൻ നാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാമം തന്നെ. നമ്മുടെ ഉള്ളിൽ മിന്നുന്ന ചൈതന്യം തന്നെയാണല്ലോ ഭഗവാൻ. ഈശ്വര സർവഭൂതാനാം ഹൃദയേ അർജുന തിഷ്ഠതി. താൻ ഒരു ഉയർന്നൊരു സ്ഥാനത്തിരിക്കുന്ന മഹാനാണെന്നും മറ്റുള്ളവരൊക്കെ തന്നെ അപേക്ഷിച്ച് വെറും കൃമി കീടതുല്യങ്ങളാണെന്നും ഒന്നും കൃഷ്ണൻ പറയണല്ലോ. മമൈവ അംശഃ ജീവലോകേ ജീവഭൂതഃ സനാതനഃ. ഒരു കാലത്തും നാശമില്ലാത്ത സനാതന തത്വമാണ് ഓരോരുത്തരുടെയും ഉള്ളിൽ മിന്നുന്ന ചൈതന്യം. ശരീരം എത്ര മനോഹരമായാലും ജീവൻ പോയാൽ പോയില്ലേ. ഇനി ഉത്സാഹിക്കുക, കുട്ടികളൊന്നും കഴിച്ചിട്ടില്ല, താമസിക്കണ്ട, ഉത്സാഹിക്കുക എന്നാ പറയാം. നല്ല ഒത്ത ആളാ മരിച്ചു. മരിച്ചാൽ പിന്നെ ആരെങ്കിലും വെച്ചുകൊണ്ടിരിക്കുമോ? അപ്പോഴാണ് പറയണത് ബന്ധുക്കൾ, അതെ താമസിക്കണ്ട കേട്ടോ, കുട്ടികളൊന്നും കഴിച്ചിട്ടില്ല എന്ന്. എന്താ അതിൻ്റെ അർത്ഥം? വേഗം കൊണ്ടുപോയി പുണ്യാഹം തെളിച്ചിട്ട് വല്ല ഉപ്പുമാവെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക ബാക്കിയുള്ളവർക്ക്. പോയവർ പോയി, ഉള്ളവർക്ക് ജീവൻ നിൽക്കണ്ടേ? സത്യമല്ലേ? ഇത്രയേ ഉള്ളൂ. ഗതപതിവായോ ജീവാപായേ ഭാര്യ ബിഭ്യതി തസ്മിൻ കായേ. ഇങ്ങനെ നമുക്ക് ഇടം വലം തിരിഞ്ഞാലൊക്കെ സത്യം എന്താണെന്ന് മനസ്സിലാക്കി തരാനുള്ള വരികൾ ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേറ്റവും വലിയ ഒരു അർത്ഥവത്തായ വാക്യമാണ് നാം സത്യം പരം ധീമഹി. ഗ്രന്ഥ ആരംഭത്തിൽ തന്നെ വ്യാസൻ സത്യം പരം ധീമഹി, പരമമായ സത്യത്തെ നമുക്കെല്ലാം ധ്യാനിക്കാം. എന്നാൽ ധ്യാനം എന്ന് പറഞ്ഞാൽ അകത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. ഈ അകത്ത് നടക്കുന്ന കാര്യം എല്ലാവർക്കും അന്തർമുഖത്വം കിട്ടിയെന്ന് വരില്ല. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന അന്തർമുഖത്വം കിട്ടണമെങ്കിൽ അതിന് ചില അഭ്യാസങ്ങളൊക്കെ വേണം. ബഹിർമുഖത്വത്തിന് അഭ്യാസം വേണ്ട. കോമളമായ രൂപത്തിൽ ഭഗവാൻ എഴുന്നള്ളിയാൽ സന്തോഷമായി. ഞാൻ രാവിലെ ഉദ്ധരിച്ച ആ ശ്ലോകം നോക്കൂ. കൺമുമ്പിൽ നിൽക്കുകയാണ് കൃഷ്ണൻ. മിന്നും പൊന്നിൻ കിരീടം തരിവളകടകം കാഞ്ചിപൂഞ്ചേലമാല ധന്യശ്രീവത്സസത്കൗസ്തവമിടകലരും ചാരുദോരന്തരാളം ശംഖം ചക്രം ഗദ പങ്കജം ഇവ വിലസും 4 തൃക്കൈകളോടെ സങ്കീർണ ശ്യാമവർണം ഹരിവപുരമലം. ഹരിവപുസ്, അമലമായ ഹരിവപുസ്. സോപ്പ് തേച്ച് കുളിച്ചാൽ അമലമാവും, അത് ബാഹ്യം. ഹരിവപുസിൻ്റെ അമലത്വം അതിലല്ല. അകമ്പുറം ഒരുപോലെ സ്ഫടികമാണ്. അങ്ങനെയുള്ള ആ ഹരിവപുസ്
നമുക്ക് ധ്യാനിക്കാം, നമുക്ക് നേരിട്ട് നോക്കിക്കാണാം. ഹരിവപുരമലം കുഞ്ചൻ നമ്പ്യാർ നമുക്ക് മണിപ്രവാളത്തിൽ എഴുതി തന്നൊരു കൃഷ്ണവർണ്ണന ശ്ലോകമാണ്. പൂരയേൻ മംഗളം വഹ. ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന കൃഷ്ണൻ നിങ്ങൾക്ക് മംഗളം പൂരിപ്പിക്കട്ടെ. നമുക്ക് എന്തൊരു മംഗളമാണ് ഇനി പൂരിപ്പിച്ച് കിട്ടാനുള്ളത്? ജീവിതം പൂർണ്ണമാക്കാൻ. ഇപ്പോഴത്തെ പൂർണ്ണതയൊക്കെ കണക്കിലെടുക്കണ്ട. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പുകയറ്റുന്നതും ഭവാൻ. മറിച്ചും വരില്ലേ, സമ്പത്തിൽ നിന്ന് വിപത്തിലേക്കും വിപത്തിൽ നിന്ന് സമ്പത്തിലേക്കും മാറി മാറി ഒരു ഷട്ടിൽ സർവീസ്. അതന്നെയല്ലേ ഈ ജീവിതം. എന്നാൽ ഈ ഷട്ടിൽ സർവീസിനെയും ഈശ്വരൻ നമുക്ക് തരുന്ന പ്രസാദമായിട്ടെടുക്കുക. അതിനെന്തെന്നില്ലാത്തൊരു ഈശ്വരവിശ്വാസവും മനസ്സാന്നിധ്യവും വേണം. അതാണ് നാം ഇന്ന് കാണാൻ പോകുന്ന 2 സ്തുതികൾ, ഇരട്ട സ്തുതികൾ. ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിൽ തന്നെ 2 സ്തുതികൾ അടുത്തടുത്ത അധ്യായങ്ങളിലായിട്ട്, 8ഉം 9ഉം അധ്യായം. എത്രയോ ചിന്താമധുരമായ കാര്യങ്ങളാണ് ആ സ്തുതികളിൽ. ചുരുക്കത്തിൽ നമുക്ക് അതൊന്ന് നോക്കിക്കാണാം. പരമസത്യത്തെ ധ്യാനിക്കാം എന്ന് പറഞ്ഞു. ആ പരമസത്യത്തെ ധ്യാനിക്കുന്നതിന് സഹായിക്കുന്നത് എന്താ? നമ്മളൊരിടത്ത് ചെന്നൊരു കാര്യം പറയുമ്പോൾ അതിനൊരു അതോറിറ്റി കാണിക്കണം. ഇപ്പോൾ ആധാർ കൊണ്ടുവരും, ഐഡന്റിറ്റി കാർഡ് കൊണ്ടുവരും എന്നൊക്കെ പറയും പോലെ ഈ ഭാഗവതത്തിൽ പറയുന്ന ഈശ്വര മഹിമകളൊക്കെ വ്യാസകൽപ്പിതമാണോ അതോ അനുഭവത്തിൽ ആളുകൾക്ക് കിട്ടിയതാണോ? അനുഭവസ്ഥന്മാരുടെ 2 പേരുടെ കൗണ്ടർ സിഗ്നേച്ചറും കൂടി ഉണ്ടെങ്കിൽ അതിന് പ്രമാണമായി. 2 പേരാണ് കൗണ്ടർ സിഗ്നേച്ചർ ഇടുന്നത്. ഒന്ന് കുന്തിദേവി, മറ്റേത് ഭീഷ്മർ. കുന്തിദേവി വലിയ ഭീഷ്മരുടെ നില നോക്കുമ്പോൾ കുന്തിദേവി ഒരു സാധാരണ സ്ത്രീ എന്ന് പറയുമായിരിക്കും. ഈശ്വര ദൃഷ്ടിയിൽ സാധാരണ അസാധാരണ എന്നില്ല. മയാ ഭാവോ ഹി ഗൃഹ്യതേ. ഞാൻ ഉള്ളിലെ ഭാവമാണ് നോക്കണത്. ഭഗവാൻ നോക്കിക്കാണുന്ന ഭാവം കുന്തിദേവിയുടെ ഭാവവും ഭീഷ്മരുടെ ഭാവവും ഒന്ന് തന്നെയാണ്. 2 പേരും എങ്ങനെ കൃഷ്ണനെ കണ്ടെത്തുന്നു, കൃഷ്ണനെ എങ്ങനെ സ്തുതിക്കുന്നു? പുരാണങ്ങളെല്ലാം തന്നെ സ്തുതിക്ക് ആണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പം ദേവി ഭാഗവതം തുടങ്ങിയ പുസ്തകങ്ങൾക്കൊക്കെ മലയാളത്തിൽ തർജ്ജമയുണ്ട്. മറ്റ് കഥാഭാഗങ്ങളൊക്കെ ഗദ്യരൂപത്തിൽ മലയാളത്തിൽ എഴുതും. സ്തുതികൾ വരുമ്പോൾ തർജ്ജമ ചെയ്യാൻ നിൽക്കില്ല. സെയിം വേർഡ്സ്, അതേ വാക്കുകളാണ്. കാരണം അത് അങ്ങനെ വേണം അവതരിപ്പിക്കാൻ. കുന്തിദേവിക്ക് ഉണ്ടായ ഈശ്വര അനുഭവം, ഭീഷ്മർക്കുണ്ടായ അനുഭവം, ത്ലാസിന്റെ 2 തട്ടിൽ 2 പേരുടെ അനുഭവം വെച്ചിട്ട് സൂചിയിലേക്ക് നോക്കിയാൽ നേരെ നിൽക്കും. കുന്തിദേവിയുടേതിന് കുറച്ച് ഘനം കുറവെന്നോ ഭീഷ്മരുടേതിന് കുറച്ച് ഘനം കൂടുതലെന്നോ പറയാൻ വയ്യ. 2 പേർക്കും അവസ്ഥകൾ, ദശകൾ, സ്ഥിതികൾ വ്യത്യാസമുണ്ട്. പക്ഷെ അവർ 2 പേരും കൃഷ്ണനെ സ്തുതിക്കുന്നത് കേട്ടാൽ എന്തുമാത്രം അടുത്തറിഞ്ഞിരിക്കുന്നു അവർ കൃഷ്ണനെ. വേദാന്തത്തിൽ പറയുന്നു നിരാകാരം, നിർഗുണം എന്നൊക്കെ. അതവർക്കറിയാം. കുന്തിദേവി പറയണു, എനിക്കറിയാം അങ്ങ് നിരാകാരനാണ്, നിർഗുണനാണ്. എങ്ങെന്നറിഞ്ഞിരിക്കുന്ന അങ്ങേ എങ്ങനെയാണ് ദൃഷ്ടിഗോചരനാക്കുക? പക്ഷേ ഞങ്ങളെപ്പോലുള്ള ഒന്നും അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് ഈശ്വരീയ അനുഭവം കിട്ടണം എന്ന് വെച്ച്
കാരുണ്യത്തോടെ എടുത്തതല്ലേ ഈ കൃഷ്ണരൂപം എന്നാണ്. എന്നിട്ട് അവിടുന്ന് ആടിയ ലീലകളോ ചിലപ്പോൾ വെറും ഒരു ബിലോ ആവറേജ് പയ്യൻ. ഗോപ്യാദതേ, തൈർക്കലം തച്ചുടച്ചു കൃഷ്ണൻ. യശോദ കോപിച്ചു. വെണ്ണയും മറ്റും തൈരൊക്കെ ഇങ്ങനെ നിലത്ത് ചിതറിക്കിടക്കണം. കുറുമ്പൻ, നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോണേന്നറിയാമെന്ന് പറഞ്ഞ് ഒരലിൽ കെട്ടിയിടാൻ നോക്കി. കുന്തിദേവി പറയാം, എന്തെല്ലാം വിഡംബനങ്ങളാണ് കൃഷ്ണ അങ്ങ് കാണിക്കുന്നത്. ഗോപി കയറെടുക്കണം. അയ്യോ അമ്മ എന്നെ കെട്ടല്ലേ എന്ന് പറഞ്ഞ് ചുണ്ടും പിളർത്തിക്കൊണ്ടുള്ള ഒരു ഭാവം എനിക്ക് മറക്കാൻ പറ്റണില്ല കൃഷ്ണ എന്നാണ്. അതേ കുന്തി പറയണു, ബ്രഹ്മാദി ദേവതകൾ ഭൂഭാരം കുറയ്ക്കാൻ വേണ്ടി അവിടുന്ന് ഭൂമിയിൽ എഴുന്നള്ളണം എന്ന് അപേക്ഷിച്ചതുകൊണ്ടല്ലേ അവിടുന്ന് ഭൂമിയിലേക്ക് വന്നത് എന്ന്. നമസ്യേ പുരുഷം തോ ആദ്യം ഈശ്വരം പ്രകൃതേ പരം. നല്ലോണം അറിയാം. ഉപനിഷത്തിലും മറ്റും പറഞ്ഞിട്ടുള്ള നിരാകാരവും നിർഗുണവുമായ ബ്രഹ്മത്തെപ്പറ്റി നല്ലോണം അറിയാം. അതാണ് ഈ ശ്ലോകത്തിൽ. നമസ്യേ പുരുഷം തു ആദ്യം. എല്ലാറ്റിനും മുമ്പേ ചതുശ്ലോകി ഭാഗവത്തിൽ ആദ്യമേ പറയും, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമസ്യേ ത്വാ ആദ്യമീശ്വരം പ്രകൃതേ പരം. പ്രകൃതിക്കും അതീതമായ, പ്രകൃതി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ദൃശ്യപ്രപഞ്ചമായി മാറുന്നതിൻ്റെ നേച്ചർ എന്നൊക്കെ പറയണത്, ഈ നേച്ചറിനെയും നിയന്ത്രിക്കുന്ന ആളാണ് ഭഗവാൻ പുരുഷൻ. അലക്ഷ്യം സർവഭൂതാനാം. നമുക്കൊക്കെ ഒന്നിനെ കാണാൻ കഴിയുന്നത് ഇന്ദ്രിയങ്ങളെ കൊണ്ടാണല്ലോ. ഒന്നിനും കാണാൻ പറ്റില്ല. വേദാന്ത രീതിയാ നോക്കിയാൽ ഈശ്വരൻ എവിടെയാ ഇല്ലാത്തത്? അവിടെ വേദാന്തവാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. സർവം ഖലു ഇദം ബ്രഹ്മ ന അന്യദസ്തി സനാതനം. എന്താ അതിൻ്റെ താല്പര്യം? കാണുന്നതെല്ലാം ബ്രഹ്മമാണ്. ഒരുത്തൻ തിടുക്കപ്പെട്ടു, മുട്ടൂശിയോന്ന്. എന്താ സംശയം? ഇന്ന് മുട്ടൂശി ബ്രഹ്മാവില്ലേ? എല്ലാം തന്നെ ബ്രഹ്മമാണ്. സർവം ഖലു ഇദം ബ്രഹ്മ. അത് നോക്കിക്കാണുന്നവനെ പോലെ ഇരിക്കും. അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. അകത്തു മാത്രമല്ല പുറത്തുമുണ്ട്. വേണ്ടി വന്ന ഭഗവാൻ പുറത്തേക്കും വരും. രാമകൃഷ്ണ പരമഹംസരിൽ നന്നായി ഗ്രഹിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹം വിവരമില്ലാത്ത ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ, നിങ്ങൾക്ക് ഈശ്വരവിശ്വാസമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കും, ഉള്ളറിയാൻ. എന്നിട്ട് വേണം അവരെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാൻ. ഞങ്ങൾക്ക് ഈ കല്ലും മണ്ണും ഒന്നും ഈശ്വരനാണെന്ന് വിചാരിക്കാൻ വയ്യാത്ത മണ്ടന്മാരൊന്നുമല്ല. പറയണവരെന്തോ വലിയ ഗംഗേമന്മാരാണെന്നുള്ള മട്ടില്ല. ഓഹോ, കാഴ്ചയ്ക്ക് സാധുവിനെ പോലെ ഇരിക്കുന്ന രാമകൃഷ്ണ പരമഹംസർ പറയും, ഓഹോ, കല്ലിലും മണ്ണിലും ഈശ്വരനെ കാണില്ല. ഓ, ഇങ്ങനെ വിചാരിച്ചുകൂടെ? കല്ലും മണ്ണും ഈശ്വരന്റെ സാന്നിധ്യമുള്ള വസ്തുക്കളാണെന്ന് വിചാരിച്ചുകൂടെ? ഈശ്വര സാന്നിധ്യമില്ലാതെ ലോകത്തിൽ എന്തുണ്ട്? അപ്പൊ ഈ മുട്ടൂശി എന്ന് ചോദിച്ചവൻ മിണ്ടാണ്ടിരിപ്പിന്ന് മിണ്ടണില്ല. മുട്ടൂശിയിലുമുണ്ട്. ഇവിടെ കുന്തിദേവി പറയണു, മായായവനികാച്ഛന്നം അജ്ഞാന അദോക്ഷജ അവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥാ. സ്റ്റേജിൽ ഒരു ആക്ടർ എന്തെല്ലാം വേഷമെടുത്ത് ആടുന്നു. നാടകത്തിലാവട്ടെ, സിനിമയിലാവട്ടെ, കഥകളിയിലാവട്ടെ, ഒരേ നടൻ തന്നെ എന്തെല്ലാം വേഷം കെട്ടുന്നു.
ഒരു വേഷം കെട്ടി വന്നിട്ട് ആടിപ്പോയി മറ്റൊരു വേഷം കെട്ടി വരുമ്പോൾ നമുക്ക് ആ ആളെന്നെ ഇതെന്ന് തിരിച്ചറിയാൻ പറ്റാറില്ല. നടഹ നാട്യധരോ യഥ. ഭഗവാൻ അതുപോലെയാണ്. ഭഗവാൻ മായാജവനികാച്ഛൻ, മായയാകുന്ന കർട്ടൻ. ആ കർട്ടൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരണം. ചിലപ്പോൾ കർട്ടൻ ആണല്ലോ നാടകത്തിൻ്റെ ഒരാധാരം. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രീയഃ. എങ്ങനെ ഒരു നടൻ വേഷം മാറിയാൽ ഒറിജിനൽ വ്യക്തി ആരാണെന്ന് അറിയാൻ പറ്റാതെ വരുമോ, അതുപോലെ നാനാ അവതാരങ്ങളെടുത്ത ഭഗവാനെ തിരിച്ചറിയാൻ പറ്റില്ല, ബ്രഹ്മത്തെ കാണാനും പറ്റില്ല. കഥം, ഞങ്ങൾ എങ്ങനെ കാണും എന്ന് പറഞ്ഞ ഉടനെ അവർ പറഞ്ഞു കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച. അപ്പൊ കുന്തിദേവിയുടെ ഉറച്ച നിലപാടെന്താ? ഈ മുമ്പിൽ നിൽക്കുന്ന കൃഷ്ണനുണ്ടല്ലോ, ഈ കൃഷ്ണൻ ബ്രഹ്മം തന്നെ. ഞങ്ങളെപ്പോലെ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ഭക്തിവിധാനാർത്ഥം. അപ്പോൾ ബ്രഹ്മവാദികൾക്കും ഭക്തന്മാർക്കും ഈ വിചാരിക്കണ മാതിരിയുള്ള വ്യത്യാസമൊന്നുമില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റ് മനസ്സിലാക്കണം എന്നേ ഉള്ളൂ. ഹേ കൃഷ്ണ, അങ്ങ് യഥാ ഋഷികേശകലേന ദേവകി കംസേന രുദ്ധാതിചിരം ശിചാർപ്പിത. അങ്ങയുടെ ജീവിതത്തിലും അനേകം ഘട്ടങ്ങൾ. പക്ഷേ അങ്ങ് ഘട്ടങ്ങളൊന്നും ഭക്തന്മാർക്ക് തോന്നാത്ത വിധത്തിൽ, ഇപ്പം ഞങ്ങളുടെ കാര്യം തന്നെ നോക്കുമെന്ന് പറയാ. വിഷാത്ത് മഹാഗ്നേഹ പുരുഷാദ സംശ്രയാ അസത്സഭായാ. കുന്തിദേവി എണ്ണി എണ്ണി പറയാം, നിങ്ങൾക്ക് എന്താ വിഷമം, കൃഷ്ണനും അപ്പല്ലേ, കുശാലല്ലേ എന്ന്. വിഷാത് മഹാഗ്നേഹ പുരുഷാദ സംശ്രയാ അസത്സഭായാ. ഞങ്ങൾ എന്തെല്ലാം വിപത്തുകളിൽ, ജീവൻ മരണമാണ് അവിടെ സംഭവിച്ചത്. ഏതു സമയത്തും മരണം സംഭവിക്കാം. അവിടെ അത്ഭുതകരമാവണ്ണം ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു. പാണ്ഡവന്റെ മക്കളെയും കൊണ്ട് കുന്തിദേവി ഹസ്തിനാപുരത്തിൽ വന്നപ്പോഴേ തുടങ്ങി ദുര്യോധനൊരു കണ്ണുകടി. ഇവനെ അമുക്കണം എന്നാണ്. ഭീമന്റെ ദേഹബലം താങ്ങാൻ പറ്റില്ലാത്തോന്നി വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി. വിഷം കൊടുത്തു, പുഴയിലേക്ക് എറിഞ്ഞു, മരിച്ചു എന്ന് തന്നെ കണക്കാക്കി. ഇത്രയും പുറമേ ഉള്ള കാര്യം കുന്തിദേവി പറയുന്നു, ഭീമനെ കൃഷ്ണ അങ്ങ് രക്ഷിച്ചു തന്നു. എങ്ങനെ രക്ഷിച്ചു എന്നോട് പറഞ്ഞോ? ഒരു ബന്ധം പറയുകയാണെങ്കിൽ അമ്മായി എന്ന് പറയാം. അച്ഛൻ്റെ പെങ്ങളാണല്ലോ കുന്തിദേവി. അമ്മായി മനസ്സിലാക്കിയോ ഞാൻ ചെയ്ത കാര്യം? അല്ല, പറയേ ഇന്ന് വല്ലതും പറഞ്ഞോ? കൃഷ്ണനില്ല, മിണ്ടാണ്ടിരുന്നു. താൻ എന്താണോ ചെയ്തത് അത് മിണ്ടിയില്ല. വിഷം കൊടുത്തു, അത് നടന്നു. ഭീമന് ജീവാപായം സംഭവിച്ചു എന്നാണ്. എന്തായാലും ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിക്കാത്ത മാതിരി ഭീമൻ തിരിച്ചു വരുന്നു. കുന്തിദേവിക്ക് ആ ഉപകാരസ്മരണ മാഞ്ഞു പോകുമോ? മഹാഗ്നേഹ. പിന്നെ ഒരു ചതിപ്രയോഗം എന്താ? അരക്കല്ലത്തിലിട്ട് പാണ്ഡവന്മാരെ ചുട്ടുകരിക്കാനുള്ള പ്ലാൻ സുന്ദരമായിട്ട് ഭഗവാൻ മാറ്റി. വിതുരൻ മുഖാന്തരം അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. അരക്കില്ലം ചുട്ടു. അതിൽ കുറേ മൃതദേഹങ്ങൾ കാണാനും ഇടവന്നു. പാണ്ഡവന്മാരുടെയല്ല, വേറെ ഏതോ പാണ്ഡന്മാരുടെ. ഇവർ സൂത്രത്തിൽ തുരങ്കപ്പാതയിൽ കൂടി രക്ഷപ്പെട്ടു. അപ്പോഴും കൃഷ്ണൻ വന്നിട്ട് അമ്മായി ഞാനാട്ടോ രക്ഷിച്ചതെന്ന് പറഞ്ഞില്ല. ഐ ശൻ ഗീവ്
ആൻഡ് ഫർഗീവ്, അതാണ് ഭഗവാൻ. ഗെറ്റിംഗ് ആൻഡ് ഫർഗെറ്റിംഗ്, അതാണ് മനുഷ്യൻ. കിട്ടിയതിനെ മറക്കുകയും ചെയ്യും, അതും മനുഷ്യൻ. ഇവിടെ അതാ കുന്തിദേവി കിട്ടിയതിന് മറന്നില്ല. അപ്പം ദൈവതുല്യത്വം പ്രാപിച്ചു അവർ. പുരുഷാത് സംശ്രയാത്, ഇടിമ്പൻ, ഭഗൻ, എത്രയെത്ര ഭയങ്കരന്മാരുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നു, അവിടെയൊക്കെ രക്ഷിച്ചു. അസത്സഭായ, നിറഞ്ഞ സഭയിൽ പാഞ്ചാലിയെ അപമാനിക്കാൻ പുറപ്പെട്ടു. ഭീഷ്മരൊക്കെ ഉണ്ടായിട്ടും ഒരക്ഷരം ഉരിയാടാൻ പറ്റാതെ ആ രംഗം എത്ര വഷളായി തീർന്നേനെ. എവിടെ നിന്നോ വരുന്നു, വലിച്ചിട്ട് തളർന്ന് വീഴാണ് ദുശാസനൻ. സാരി അരയിൽ നിന്ന് ഇല്ലാതാവുന്നില്ല. എത്ര മീറ്ററാ വലിച്ചിട്ടുണ്ടാവുക? ഒരാൾ കൗതുകത്തോടെ ചോദിച്ചു അത്രേ, മഹാഭാരതം എന്നൊരു സീരിയൽ വന്നല്ലോ, അത് എടുത്ത പടം ഉടമസ്ഥനോട് ചോദിച്ചു, ഈ സീനൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ എത്ര മീറ്റർ തുണി വേണ്ടി വന്നു? 500 മീറ്റർ. 500 മീറ്റർ തുണി ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ആ സീൻ ഷൂട്ട് ചെയ്തത് എന്നാണ്. എന്തോ ആവട്ടെ, അസത്സഭായ, അസത്തുക്കളുടെ സഭ, മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അപമാനത്തിൽ നിന്ന് എത്ര അനായാസേന പാഞ്ചാലിയെ കാത്തു. രക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് പാണ്ഡവന്മാർ. ഓരോരുത്തരും ഞാൻ മേലെ എന്നുള്ളവരാ. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അദൃശ്യഹസ്തം, കൃഷ്ണ അങ്ങയുടെ അദൃശ്യഹസ്തമാണ് ഞങ്ങളുടെ പാഞ്ചാലിയെ രക്ഷിച്ചത്. ലേറ്റസ്റ്റ് അപാണ്ഡവം കരിഷ്യാമി. അശ്വത്ഥാമാവ് പ്രതികാരമൂർത്തിയാണ്. പാണ്ഡവന്മാരുടെ മക്കളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ കൊന്നു. യുദ്ധം അവസാനിച്ചു. എന്നാലും പാണ്ഡവന്മാരോടുള്ള പക വിട്ടില്ല. പാണ്ഡവന്മാരുടെ മക്കളെ കൊന്നു. ഇപ്പോൾ ഇതാ പാണ്ഡവന്മാരെ തന്നെ കൊല്ലാൻ ബ്രഹ്മാസ്ത്രം കൊടുക്കുന്നു. ഭഗവാൻ അതിനെ തടഞ്ഞു, അവരെ രക്ഷിച്ചു. കൃഷ്ണ കൃഷ്ണ മഹായോഗി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ് ഉത്തര, അഭിമന്യുവിൻ്റെ ഭാര്യ. എൻ്റെ ഉദരത്തിലെ കുഞ്ഞിനൊന്നും പറ്റരുത്. ഇതാ മാരകാസ്ത്രം കൊടുത്തിരിക്കുന്നു അശ്വത്ഥാമാവ്. അതെൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുന്നതിന് മുമ്പ് കാക്കണം. മാമേ ഗർഭോ നിപാത്യതാം. എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, എൻ്റെ കുഞ്ഞിനൊന്നും വരരുത്. ഉടനെ കൃഷ്ണൻ അങ്കുഷ്ടമാത്ര രൂപത്തിൽ ഉദരത്തിൽ പ്രവേശിച്ചു എന്നാണ്. ഇതൊക്കെ എണ്ണി എത്ര പേരുണ്ടങ്ങനെ. ഈശ്വരൻ ഓരോരോ സന്ദർഭത്തിൽ നമ്മെ രക്ഷിച്ചത് ഓർമ്മിച്ചുകൊണ്ട് അതെല്ലാം ഭഗവാനോട് ഏറ്റുപറയാൻ. അപ്പോഴൊക്കെ പറയും, അതിപ്പോ ഈശ്വരനൊന്നുമല്ലോ. വലിയ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. എന്നാലും സംഗതിയോട് അങ്ങ് അടുത്ത് അതൊന്നും ഇപ്പോ ഗുരുവായൂരപ്പനൊന്നുമല്ലോ, ശങ്കരൻകുട്ടിയാ നേരെയാക്കി തന്നതെന്ന്. ഈ ശങ്കരൻകുട്ടി എന്നുള്ള ആളുടെ രൂപത്തിൽ ഗുരുവായൂരപ്പൻ വന്നു എന്ന് എന്തുകൊണ്ട് നട്ടുണ്ടാ? അതിന് ദൈവം മാനുഷരൂപേണ. ആ മനസ്സിൻ്റെ നിർമ്മലതയാണ് കുന്തിദേവി നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് കേചിദാഹുരജം ജാതം പുണ്യശ്ലോകസ്യ കീർത്തയേ. ചിലർ പറയുന്നു മലയസ്യേവ ചന്ദനം, യദുവംശത്തിന് കീർത്തി ഉണ്ടാവാൻ വേണ്ടി ആ വംശത്തിൽ പിറന്നു എന്ന്. മലയപർവ്വതത്തിന് കീർത്തി ഉണ്ടാവാൻ ചന്ദനമരം ഉണ്ടാവുന്നത് പോലെ. മലകൾ എത്രയുണ്ട് ലോകത്തിൽ? മലയപർവ്വതത്തിൻ്റെ ഒരു യോഗ്യത മറ്റ് മലകൾക്കില്ലല്ലോ. വേറെ ചിലർ അവരെ, ഇതൊക്കെ കുന്തിദേവിയുടെ വാക്കുകളാണ്, അവരെ വസുദേവസ്യ ദേവയ്ക്കാം യാചിതോ അഭ്യഗാത് അജസ്തു അജഹാ ത്വം അസ്യ ക്ഷേമായ. അജൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ബ്രഹ്മാവ്. ബ്രഹ്മാവ് അപേക്ഷിച്ചു. സുരദ്വിഷാം വധായ ഭാരാവതരണായ
ഇങ്ങനെ പല ഉദ്ദേശത്തിൽ. അപ്പം അവരതൊക്കെ പറയുമ്പോൾ ഭൂമിയുടെ ഭാരം കുറയ്ക്കാൻ ബ്രഹ്മാദി ദേവതകൾ, ഇപ്പോൾ കുന്തിദേവി മാത്രമൊന്നുമല്ല, ഗോപികാഗീതത്തിൽ ഗോപികൾ പറയണു വിഘനസാർത്ഥിതോ ധർമ്മഗുപ്തയേ. കൃഷ്ണ, ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ കൂടെയൊക്കെ ആടിയും പാടിയും ഞങ്ങളെ ആനന്ദിപ്പിക്കുന്ന അങ്ങ് ആരാണെന്ന് എനിക്കറിയാം. വിഘനസാർത്ഥിതോ ധർമ്മഗുപ്തയേ. ലോകത്തിൽ ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി, ആളുകളിൽ ധർമ്മബോധമുണ്ടാക്കാൻ വേണ്ടി ബ്രഹ്മാവ് മുതലായവരെ അപേക്ഷിച്ചിട്ട് ഭൂമിയിലേക്ക് വന്നതല്ലേ എന്നാണ്. അതുകൊണ്ട് ഹേ ഭഗവാനെ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത ഉപകാരത്തിന് കണക്കില്ല. ഒരേ ഒരു പ്രാർത്ഥന, ഇത് ലോകത്തിൽ അധികം കേൾക്കാത്തതാണ്. ഒരു ഭക്തനോട് എന്ത് വേണം ചോദിച്ചാൽ എന്തൊക്കെയോ പറയും, ലിസ്റ്റ് തീരില്ല, അത്ര പറയും. ആകെക്കൂടി നമ്മൾ കണ്ട ഒരേ പ്രഹ്ലാദന, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ. കുന്തിദേവി അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ വേറെ എന്ന വിധത്തിൽ പറഞ്ഞു. വിപദസ്സന്തു ന ശശ്വത് തത്ര തത്ര ജഗദ്ഗുരോ. ഹേ ജഗദ്ഗുരോ, വിപദഃ ശശ്വത് തത്ര തത്ര. മേലയ്ക്ക് മേലെ എവിടെ ചെന്നാലും ആപത്തുകൾ പിന്നാലെ വരണം. ആരെങ്കിലും ഇങ്ങനെ ചോദിക്കുമോ? സമ്പത്ത് എന്നുള്ളതിന് തെറ്റിപ്പോയി വയസ്സായപ്പോൾ ചിന്നൻ്റെ തുടങ്ങിയോ ഈ അമ്മയ്ക്ക് എന്നും കൂടി തോന്നും നമുക്ക്. തെറ്റിപ്പറഞ്ഞ കേട്ടോ കുന്തിദേവി, സമ്പദഹ എന്ന് പറയേണ്ടതായിരുന്നു. അല്ല, അവർക്ക് തെറ്റിയിട്ടില്ല. അടുത്ത വരിയിലുണ്ട് തെറ്റിയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ്. ഭവതോ ദർശനം യത് സ്യാത് അപുനർഭവ ദർശനം. മനുഷ്യൻ കാക്ഷിക്കേണ്ടുന്ന ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് വെച്ചാൽ ഇനിയൊരു ജന്മം എടുക്കാൻ ഇടവരാതിരിക്കുക. ഇതോടെ ഫയൽ ക്ലോസ് ചെയ്യണം. കുന്തിദേവി അതാ പറയണത്. ആപത്തുകൾ വരുമ്പോൾ ആപത്തിൽ രക്ഷിക്കാൻ പറ്റിയ ഒരാളുണ്ട്, അത് ഈശ്വരൻ മാത്രം. ആ ഈശ്വരനെ വിളിക്കാൻ തോന്നണമെങ്കിൽ അത്രത്തോളം ഉള്ളിൽ മുള്ളുകുത്തും പോലെ ഒരു അവസ്ഥ വരണം, ആപത്തുകൾ വരണം. വിപദഃ സന്തു ന ശശ്വത് തത്ര തത്ര ജഗദ്ഗുരു. അപ്പോൾ വിളിച്ചാലങ്ങ് വരും. എപ്പോൾ ആഹൂദൈവ ആയാതി എന്നാ പറയാം. നമുക്കെല്ലാം പിന്നെ 2-3 തവണയൊക്കെ വിളിച്ചിട്ട് വേണ്ടി ഒരാളെ കിട്ടാൻ. ഞാൻ വിളിച്ചത് കേട്ടില്ലേ, കേൾക്കുകയൊക്കെ ചെയ്തു, ഞാൻ വേറെ എന്തോ ആലോചിക്കുകയായിരുന്നു എന്നൊക്കെ പറയും. ഇങ്ങനെ യാതൊരു എക്സ്ക്യൂസും ഭഗവാൻ പറയില്ല. വിളിച്ചിട്ട് വേണ്ടത് നമ്മൾ വിളിച്ചാലേ വരാൻ പറ്റൂ. ആരും വിളിക്കാൻ തയ്യാറില്ല. ഭവതോ ദർശനം യസ്യാ, വിളിച്ചാൽ അപ്പം വരും. അപുനർഭവ ദർശനം. ആർക്കാണോ ഈശ്വര ദർശനം കിട്ടുന്നത് അവർക്ക് പുനർഭവ ദർശനം ഇല്ല. ഭവദർശനം ച ജന്മദർശനം. ഭവം ച ജന്മം, ഇനിയൊരു ജന്മം കാണുക, അതാണ് ഭവദർശനം. പുനർഭവ ദർശനം വീണ്ടും ജനിക്കൽ. അപുനർഭവ ദർശനം വീണ്ടും ജനിക്കാതിരിക്കൽ. മനുഷ്യന് മാത്രമേ ഇങ്ങനെയുള്ളൊരു ഹയ്യസ്റ്റ് തിങ്കിങ് ഉണ്ടാവുള്ളൂ. എനിക്ക് മതിയായി ഭഗവാനെ, ഈ പൊല്ലാപ്പ് അവസാനിപ്പിക്കണം. എന്നിട്ട് എന്താവാൻ പോണു? ഐക്യം, ബ്രഹ്മത്തിൽ ഐക്യം പ്രാപിക്കുക. നഷ്ടമല്ല, ഈ കച്ചവടത്തിലെ ലാഭമാ. നദി ഒഴുകി എത്തുന്നത് കടലിലാണ്. ഈ നദി കടലിലെത്തിയപ്പോൾ നദിയെ നോക്കി ആരെങ്കിലും മൂക്കത്ത് വിരൽ വെച്ച് കഷ്ടം പറയാറുണ്ടോ? നല്ലൊരു പേര് ഗംഗ, നല്ലൊരു പേര് യമുന, നല്ലൊരു പേര് നർമ്മദ, നല്ലൊരു പേര് കാവേരി. കളഞ്ഞു കുളിച്ചില്ലേ?
ഇപ്പം എന്താ പേര്? സംഗമം കഴിഞ്ഞാൽ പിന്നെ എന്താ പേര്? സമുദ്രം. പക്ഷേ വാസ്തവത്തിൽ മൂക്കത്ത് വിരൽ വെച്ച് കട്ടം പറയേണ്ട കാര്യമാണോ? ഗംഗ പറയും, കളിയാക്കൊന്നും വേണ്ട, ഞാൻ ഇപ്പോൾ വലുതായി എന്നാണ്, എൻ്റെ രൂപം വലുതായി, പേര് മാറി. ഗംഗ എന്നുള്ള ലിമിറ്റഡ് നെയിം. സമുദ്രം എന്ന് പറഞ്ഞാലോ അൺലിമിറ്റഡ്. എല്ലാവർക്കും ലിമിറ്റഡ് സ്റ്റേജിൽ നിന്ന് അൺലിമിറ്റഡ് സ്റ്റേജിലേക്ക് പോകുന്നതാണല്ലോ ഇഷ്ടം. അപ്പോൾ ഗംഗയ്ക്കും യമുനയ്ക്കും കൃതാർത്ഥതയാണ്. ഗംഗയ്ക്കും യമുനയ്ക്കും ഉത്ഭവിച്ച സ്ഥാനത്ത് തന്നെ തിരിച്ചെത്തുമ്പോൾ ഒരു അപൂർവമായ കൃതാർത്ഥത ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കും അങ്ങനെ ഒരു കൃതാർത്ഥത അവകാശപ്പെട്ടുകൂടാ? നമ്മളെല്ലാം എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് തിരിച്ചു പോവുക, അതാണല്ലോ. ഇതാണ്. എന്നിട്ട് ശ്രീകൃഷ്ണ കൃഷ്ണസഖ വൃഷ്ണി ഋഷഭ അവനി ദൃഗ്രാജന്യ വംശദഹനാനപവർഗവീര്യ ഗോവിന്ദ ഗോദ്വിജസുരാർത്തിഹരാവതാര യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞാണ് അവരുടെ സ്തുതി പൂർത്തിയാവണത്. ഇനി എന്താ ഇപ്പം പറയാനുള്ളത് ബാക്കി? കൃഷ്ണനെക്കുറിച്ച് കുന്തിദേവിക്ക് മനസ്സിലായത് വിട്ടിട്ട് ഇനി എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ? വൃഷ്ണി ഋഷഭ, വൃഷ്ണികളുടെ ഇടയിൽ ശ്രേഷ്ഠൻ. അവന് രാജന്യവംശ ദഹന, ഭൂമിയെ ദ്രോഹിക്കുന്ന ദുഷ്ടരാജാക്കന്മാരിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കുക. ഗോവിന്ദ, ഗോവിന്ദ ശബ്ദത്തിന് കയ്യിലൊരു കോലം വെച്ചുകൊണ്ട് പശുക്കളെ അമ്പ എന്ന് പറഞ്ഞ് ഓടിക്കലല്ല, അതൊരു സാമാന്യമായ അർത്ഥം. പിന്നെയോ ഗോവച്ച ജ്ഞാനം, ജ്ഞാനം കൊണ്ട് രക്ഷിക്കുന്നു തൻ്റെ ആശ്രിതനെ. ഗോപന്മാരൊക്കെ പാവങ്ങളാണ്. ഈശ്വരനെ പറ്റി ഒന്നും വിസ്തരിച്ച് പ്രസംഗിച്ചാൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ അവരുടെ കൺമുമ്പിൽ കാണുന്ന ഓരോന്നും അവരെ അത്ഭുതപ്പെടുത്തുക. എന്താ ഈ കാണുന്നത്? മുല കുടിക്കുന്ന പ്രായത്തിലാണ് പൂതനെ കൊല്ലണത്, തൃണാവർത്തനെ കൊല്ലണത്, ശകടാസുരനെ കൊല്ലണത്, കാളിയനെ മർദ്ദിക്കുന്നത്, അകാസുരനെ കൊല്ലുന്നത്. അകാസുരനെ കൊന്നതൊക്കെ എങ്ങനെ? പെരുമ്പാമ്പ് പോലെയാ രൂപം. എല്ലാവരും അകത്ത് കയറിയപ്പോൾ കൃഷ്ണനും കയറി വായ്ക്കുള്ളിൽ. കൃഷ്ണനകത്ത് കയറിയപ്പോൾ എന്താ ഉണ്ടായത്? ദേഹം വലുതായി. കൃഷ്ണന് അഷ്ടൈശ്വര്യങ്ങളുണ്ടല്ലോ, ചെറുതാവുക വലുതാവുക ഒക്കെ സ്വായത്തമാണ്. ദേഹം വലുതായി, താങ്ങാൻ പറ്റണില്ല അകാസുരന്. മൂർധാവിലൊരു ദ്വാരം, അതിൽ കൂടി അവൻ്റെ പ്രാണൻ പോയി. ഇത് ബ്രഹ്മാവിന് പോലെ അതിശയം തോന്നിച്ചു എന്നാണ് പറയണത് ഭാഗവതത്തിൽ. ദൃഷ്ടും മഞ്ജു മഹിത്വം അന്യതപ്പി. അകാസുരനെ കൊല്ലുന്നതിൽ ഭഗവാൻ കാണിച്ചൊരു നൂതനമായൊരു ടെക്നിക്കുണ്ടല്ലോ. കൊള്ളാമല്ലോ. ഞാൻ ഇത്രയ്ക്കുണ്ടാവും വിചാരിച്ചിട്ടില്ല. ഇത്രയ്ക്കുണ്ടെന്ന് ബ്രഹ്മാവിനെ പോലെ അങ്ങനെ തോന്നണമെങ്കിലോ ഇത്രയ്ക്കുണ്ട് വിചാരിച്ചില്ല. അന്യാവതാര നികരേഷു അനിരീക്ഷിതം തേ ഭൂമാതിരേകമഭിവീക്ഷ്യ. നാരായണീയത്തിൽ പറയണം. എത്ര അവതാരം കണ്ട ആളാ ബ്രഹ്മാവ്. നമ്മളൊക്കെ ഈ ദശാവതാരം പുസ്തകത്തിലുള്ളതല്ലേ വായിക്കുന്നുള്ളൂ. അദ്ദേഹം എന്ന് മുതൽ തുടങ്ങിയിരിക്കുന്നു ഈ അവതാരങ്ങൾ കാണൽ. അന്യാവതാര നികരേഷു അനിരീക്ഷിതം തേ ഭൂമാതിരേകമഭിവീക്ഷ്യ തഥാ അഘമോക്ഷേ. അപ്പോ ബ്രഹ്മാവിന് പോലും ഭഗവാന്റെ പ്രവർത്തനത്തെ
അത്ഭുതത്തോടെ നോക്കിക്കാണാൻ പറ്റിയുള്ളൂ എന്നാണ്. വാചാമഗോചരം. അങ്ങനെയുള്ള ആ ഭഗവാന്റെ അമാനുഷമായ പ്രവർത്തനങ്ങൾ ഗോപന്മാരൊന്നൊന്നായി കാണുക, സീസണിങ് നടത്തുക. ചില മരുന്നൊക്കെ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ഡോക്ടർമാർ അലർജി ഉണ്ടോയെന്നറിയാൻ ആദ്യം ഒരു ചെറിയ ഡോസ് കൊടുക്കും, എന്നിട്ട് നിരീക്ഷിക്കും, കുഴപ്പമില്ല. എന്ന പോലെ ഗോപന്മാർക്ക് ഈശ്വരബോധം ഉണ്ടാക്കി കൊടുക്കാൻ ചെറിയ ചെറിയ ഡോസുകൾ, എന്നിട്ടാണ് വലിയ കാര്യങ്ങളൊക്കെ കാണുന്നത്. മായ കൊണ്ട് എത്ര പേരെ സൃഷ്ടിച്ചു. എനിക്ക് ഒരു വരം മാത്രമേ കൃഷ്ണ വേണ്ടൂ. എനിക്കിപ്പോൾ ചില ആളുകളോടൊരു സ്നേഹം കൂടുതൽ, ചില ആളുകളോട് കുറച്ച് സ്നേഹം കുറവ്, അങ്ങനെയൊക്കെ ചില താരതമ്യങ്ങൾ വരുന്നു. അത് പാടില്ല. ത്വയിമേ അനന്യവിഷയ മതിഹി മധുപത്തെ അസകൃത്. അങ്ങയിൽ അനന്യവിഷയ മതി. കൃഷ്ണനല്ലാതെ ഒന്നിനെ സ്നേഹിക്കുക എന്നുള്ളത് ഉണ്ടാവാനേ പാടില്ല. പങ്കിട്ട് കൊടുക്കലൊന്നുമില്ല. ഇപ്പം കുറേശ്ശെ എനിക്ക് പങ്കിട്ട് കൊടുക്കലുണ്ട്. എൻ്റെ മക്കൾക്ക് കുറച്ച്, കൃഷ്ണനോട് കുറച്ച്. അത് വേണ്ട. വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തെ സ്വകേഷു മേ സ്നേഹപാശമിമം ചിന്തി. പരിമിതമായ സ്നേഹത്തെ സ്നേഹപാശം എന്ന് പറയും. കെട്ടിയിടാനുള്ള പാശം. കെട്ടാത്ത പാശബന്ധമില്ലാത്ത സ്നേഹം ആണ് വേണ്ടത്. ഇപ്പം എൻ്റെ സ്നേഹം സ്നേഹപാശമാണ്. സ്നേഹപാശമിമം ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. നമ്മുടെ ആൾക്കാരാണ്. ഈ സ്വന്തം ആൾക്കാരെന്ന് വരുമ്പോൾ ചിന്തിക്കുന്നതിനൊക്കെ വ്യത്യാസം വരും. പഴയ മരുമക്കത്തായ സമ്പ്രദായത്തിലെ ചില വർത്തമാനങ്ങളാണ്. അമ്മാവൻ വന്ന് നോക്കുക, കിണ്ണത്തിൽ നിറച്ച് ചോറ് വിളമ്പിയിരിക്കണോ. അപ്പോൾ മരുമക്കളിൽ ആർക്കോ ആണ് ഈ ചോറ് വിളമ്പിയിരിക്കണേന്ന് വെച്ചിട്ട് ആർക്കായി പടിഞ്ഞാറ്റിക്ക് മണ്ണ് ഒഴിച്ചു വെച്ചതുപോലെ ചോറ് വിളമ്പിയെടുക്കണത് ചോദിച്ചു. പടിഞ്ഞാറ്റിക്ക് മണ്ണ് ഒഴിച്ചു വെച്ച പോലെ വലിയൊരു കുന്നോളം. മരുമക്കളിൽ ആർക്കോ വിളമ്പിക്കൊടുത്തിരിക്കണോ, മരുമക്കളിൽ ആരോ. സംഗതി അതല്ല. അമ്മാവൻ്റെ മകൻ അന്ന് അവിടെ വിരുന്ന് പാർക്കാൻ വന്നിട്ടുണ്ട്. അവനാണ് ഈ വിളമ്പി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഗോപാലന അമ്മാവാന്ന് പറഞ്ഞു മരുമകള് അമ്മിണി. പെട്ടെന്ന് സ്വരം മാറ്റേണ്ടി വന്നു. പടിഞ്ഞാറ്റിക്ക് മണ്ണ് ഒഴിച്ചു വെച്ച പോലെ എന്ന് പറഞ്ഞ ഉപമ മാറ്റി. ആ മോരൂട്ടി കുഴച്ച ഗോമാങ്ങകളെ ഉണ്ടാവുള്ളൂ വയ്ക്കുക. ഇത്ര പെട്ടെന്ന് മാറി നോക്കൂ. പടിഞ്ഞാറ്റിക്ക് മണ്ണ് ഒഴിച്ചു വയ്ക്കത് അവിടെ നിൽക്കുന്ന ആൾ കാണില്ല, അത്ര വലിയ കൂമ്പാരമാ. പെട്ടെന്ന് അദ്ദേഹം ഇത് നമ്മുടെ ഗോപാലനാണെന്ന് വന്നപ്പോ ആ മോരൂട്ടി കുഴച്ചാൽ ഗോമാങ്ങകളെ ഉണ്ടാവുള്ളൂ. സ്വജനം ഇത് ലോകസാധാരണം. കുന്തിദേവി പറയണു, സ്നേഹപാശമിമം ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. പാണ്ഡുപുത്രന്മാരിലും വൃഷ്ണികളിലും മാത്രമായിട്ട് ചുരുങ്ങിയ എൻ്റെ ഈ സ്നേഹത്തെ ചിന്തി മുറിച്ചു കളയൂ. പാശം എന്ന് പറഞ്ഞാൽ കയറാണല്ലോ, കയറ് മുറിക്കണ്ടേ. എന്നിട്ടോ അങ്ങയിൽ ത്വയി മേ അനന്യവിഷയ മതിഹി. അങ്ങെന്ന് പറഞ്ഞാൽ ആരാ? ഈ മുഴുവൻ ലോകവും അങ്ങാണ്. അപ്പം എൻ്റെ മക്കളോടുള്ള സ്നേഹത്തിന് കുറവൊന്നും വരില്ല. മക്കളെയും കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ളൊരു സ്നേഹമാവും. എത്ര ആലോചിച്ചാലാണ് അതിൻ്റെ മാധുര്യം പൂർണ്ണമായിട്ട് അനുഭവിച്ചു എന്ന് പറയാൻ പറ്റുക. അതുകൊണ്ടാണ് തുടക്കത്തിൽ പ്രഥമസ്കന്ധത്തിൽ തന്നെ വ്യാസമുനി
ഈ കുന്തിസ്തുതി നിബന്ധിച്ചത്. ഇത് കഴിഞ്ഞിട്ടാണ് ഭീഷ്മസ്തുതിയിലേക്ക് നാം കടക്കുന്നത്. കൃഷ്ണനൊപ്പണ്ട്. കൃഷ്ണൻ യാത്ര പറയാൻ നിൽക്കുക. പോകല്ലേ എന്ന് പറയാൻ വയ്യ. അവിടെയും ബന്ധുക്കളുണ്ടല്ലോ ദ്വാരകയിൽ. ഞങ്ങളുടെ കൂടെ എന്നോ വന്ന് സഹായത്തിനെത്തിയിരിക്കണം. ഇപ്പോൾ ഇതാ കൃഷ്ണനോട് പോകരുത് എന്ന് പറയാൻ വയ്യ. പക്ഷെ യാത്ര അയക്കാനൊരു വിഷമം. കൃഷ്ണൻ എന്ത് ചെയ്തു? ഈ ധർമ്മപുത്രൻ മുതലായ പാണ്ഡവന്മാരെയും കൂട്ടിക്കൊണ്ട് നേരെ നമുക്കേ മുത്തശ്ശൻ്റെ അടുക്കലേക്ക് ഒന്ന് പോവാ. മുത്തശ്ശൻ്റെ അടുക്കലേക്ക് എന്തിനാ പോണത്? അവിടെ കിടക്കണത് ശരശയ്യയിൽ ഭീഷ്മർ. അങ്ങേരങ്ങനെ കിടക്കുക. യുദ്ധം തുടങ്ങി 10-ാം ദിവസം വീണതാ. പിന്നെയും 8 ദിവസം കൂടി യുദ്ധം നടന്നു. എന്നിട്ടും നാൾ കുറേയായി. യുദ്ധമെല്ലാം അവസാനിച്ചു. ഇപ്പോൾ ഇതാ മുത്തശ്ശൻ മരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു വരം, സ്വച്ഛന്ത മൃത്യു. മരിക്കുന്നതിന് നല്ല നേരമായിക്കോട്ടെ എന്നുണ്ട്. ഉത്തരായന പുണ്യകാലം വന്നോട്ടെ എന്നുണ്ട്. ഉത്തരായന പുണ്യകാലം കാത്തു കിടക്കുക. ആ ഒരു ഇടവേള ഉപയോഗിച്ചുകൊണ്ട് യുധിഷ്ഠിരന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കണം എന്ന് കൃഷ്ണൻ വിചാരിച്ചു. താൻ പറഞ്ഞിട്ടും വ്യാസൻ മുതലായവർ പറഞ്ഞിട്ടും ബോധ്യപ്പെടാത്ത ചില സംഗതികളുണ്ട്. എന്താ അത്? കഷ്ടം, ഞാൻ എത്ര ആളുകളെ കൊന്നു കൊല്ലിച്ചു. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നെടുവീർപ്പിടുക യുധിഷ്ഠിരൻ. പല വിധത്തിൽ കൃഷ്ണൻ പറഞ്ഞിട്ട് ആശ്വാസം കിട്ടിയില്ല എന്ന് പറയാൻ പറ്റുമോ? എന്നിട്ടും കിട്ടി. വ്യാസാദ്യൈഹി ഈശ്വരേഹാജ്ഞൈഹി കൃഷ്ണേന അത്ഭുതകർമ്മണ പ്രബോധിതോപി. വ്യാസൻ മുതലായവർ അവരും ഉപദേശിച്ചു നോക്കി. ഈശ്വരൻ്റെ സങ്കല്പം എന്താണെന്നറിയാത്തതുകൊണ്ട് അവർ ഞങ്ങൾ കൂട്ടിയാൽ നേരെയാക്കിയെടുക്കാൻ പറ്റും. എന്ത് നേരെയാക്കിയെടുക്കൽ? യുദ്ധത്തിൽ താൻ തെറ്റ് ചെയ്തു എന്നുള്ളൊരു അപരാധബോധം മായ്ക്കാൻ ഇവരുടെ ഉപദേശം കൊണ്ട് കഴിയും എന്ന് വിചാരിച്ചിട്ട്. കൃഷ്ണൻ വിചാരിച്ചിരിക്കണം അങ്ങനെയൊന്നും ആയില്ല. കൃഷ്ണൻ തന്നെ പറഞ്ഞത് മുഴുവനും ബോധ്യപ്പെട്ടിട്ടില്ല. കൃഷ്ണൻ എത്രയോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ധർമ്മമല്ലേ നിങ്ങളുടെ ചെയ്തത്. അങ്ങനെയാണ് എല്ലാവരും കൂടി ഭീഷ്മരുടെ അടുക്കൽ ചെല്ലണത്. ഭീഷ്മർ ശരശയ്യെന്ന് പറഞ്ഞു നിത്യം കൂട്ടിക്കൊണ്ടുപോകും. ഇതി ഭീത പ്രജാദ്രോഹാത് സർവധർമ്മവിവിത്സയ തതോ വിനശനം പ്രാഗാത് എത്ര ദേവവ്രതോ അബദ്ധത്ത്. ദേവവ്രതനായ അതായത് ഭീഷ്മർ വീണ് കിടക്കുന്നിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്തൊരു മഹാസാന്നിധാനമാത്! എല്ലാവരും ഉണ്ടവിടെ. അദ്ദേഹം ഭീഷ്മരെന്നൊക്കെ പറഞ്ഞാൽ വസുക്കളിൽ ഒരാളാണ്. അഷ്ടവസുക്കളിൽ ഒരാളും കൂടിയാണ് ഈ ഭീഷ്മർ. ദൃഷ്ട്വാ നിപതിതം ഭൂമോ ദിവശ്യുതമിവ അമരം. ഏതോ ഒരു ദേവൻ ദിവഹാച്യുതമിവ ഉന്നത സ്ഥാനത്തൊന്നും താഴേക്ക് വീണുപോയ ഒരാളെ പോലെ അവിടെ ബ്രഹ്മർഷികളൊക്കെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ കാണാൻ. അത് തന്നെ ഭീഷ്മരുടെ മഹത്വത്തിൻ്റെ തെളിവാണ്. ദേവർഷികൾ, മഹർഷികൾ, രാജർഷികൾ എല്ലാവരും ദൃഷ്ടും ഭരതപുങ്കവം. ആരൊക്കെയെന്ന് പറയാം. വിശേഷപ്പെട്ട ആളുകൾ വന്നു. VIP എന്ന് പറയുന്ന ആളുകളാണ് ഋഷിമാർ. സാധാരണക്കാരിൽ നിന്ന് ഉയർന്ന നിലവാരം പുലർത്തുന്നത് കൊണ്ടാണ് അവരെ ഋഷി എന്ന് പറയുന്നത്. ഋഷി എന്നുള്ള വാക്കിന് ധാത്വർത്ഥം ഋഷിശ്ചകില ദർശനാത്. ഋഷി ദർശനം കിട്ടിയവനാണ് ഋഷി. കണ്ടു എന്നിങ്ങനെ ആത്മവിശ്വാസത്തോടെ പറയുന്നവനാണ് ഋഷി. എന്ത് കണ്ടു? തീവണ്ടി പോണത് കണ്ടു എന്നോ? മതിയോ? കണ്ടു. അകത്ത് ഒരു ജ്യോതിസുണ്ട്. അതാണ് പരമാത്മാവിൻ്റെ അംശം. അത് ഞാൻ എത്ര നാൾ കാണാൻ കാത്തിരുന്നു. ഇപ്പോൾ ഇതാ
ദീർഘകാലത്തെ അന്വേഷണത്തിൻ്റെ ഫലമായി കണ്ടെത്തി, ഞാൻ കണ്ടു എന്നാണ്. അങ്ങനെയുള്ളവരാണ് ഋഷിമാർ. പർവ്വത, നാരദ, ധൗമ്യ, ഭഗവാൻ ബാദരായണ, ബൃഹദശ്വ, ഭരദ്വാജ, സശിഷ്യോ രേണുകാസുത. രേണുകാസുതൻ വെച്ചാൽ പരശുരാമൻ. വസിഷ്ഠ, കങ്കേമന്മാരെ മുഴുവൻ എത്തിയിട്ടുണ്ട്. അപ്പം എന്തായിരിക്കും ഭീഷ്മരുടെ യോഗ്യത? മരിക്കാൻ കിടക്കുന്ന ആളെ കാണാൻ ബന്ധുക്കൾ വരാറുണ്ട്, നമുക്കറിയാം. ഇത് അങ്ങനത്തെ ഒരു കാണാൻ വരലല്ല. അങ്ങനെയുള്ളൊരു മഹാത്മാവിനെ കാണാൻ അവരാഗ്രഹിച്ചു. മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്, സനകാദികൾ ഭാഗവതം വായിക്കാൻ തുടങ്ങിയപ്പോൾ എവിടെ നിന്നോ ആളുകൾ ഓടിയെത്തി. ഇവരെന്നെയാ ഈ ഋഷിമാർ. എങ്ങനെ ഓടിയ? ധാവന്ത ആയോ, ഓടി വന്നു അത്ര. ശതാഭിഷേകം 3 ശതാഭിഷേകം കഴിഞ്ഞവരൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ. അവരൊക്കെ ഓടിയെത്തുന്നത്. എന്താ അർത്ഥം? നമ്മൾ ചെല്ലുമ്പോഴേക്കും വായന തുടങ്ങിയിട്ടുണ്ടാവും, മിസ് ചെയ്യും. അതുകൊണ്ട് മിസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓടുന്നത് എന്നാണ്. ഇവരങ്ങനെ വന്നു. താൻ സമേതാൻ മഹാഭാഗാൻ, എല്ലാവരും എത്തിയപ്പോൾ ഭീഷ്മർ പറഞ്ഞു, അഹോ കഷ്ടം. പാണ്ഡവന്മാരെ നോക്കിയിട്ട് പറയാ, കഷ്ടായിട്ടോ കുട്ടികളെ, നിങ്ങൾക്കിങ്ങനെ വന്നുവല്ലോ. അഹോ കഷ്ടം, അഹോ അന്യായം, യദ്യോയം ധർമ്മനന്ദനാ ജീവിതം നാർഹത ക്ലിഷ്ടം വിപ്രധർമ്മ അച്യുതാശ്രയാ. വിപ്രന്മാരെ ആശ്രയിച്ചവർ, ധർമ്മത്തെ ആശ്രയിച്ചവർ, അച്യുതനെ ആശ്രയിച്ചവർ. ഇത്രയെല്ലാം നിങ്ങൾക്ക് പ്ലസ് പോയിന്റ് ഉണ്ടായിട്ടും നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വന്നല്ലോ. സംസ്ഥിതേ അതിരഥേ പാണ്ഡവ. അച്ഛൻ പാണ്ഡു കാട്ടിൽ മരിച്ചപ്പോൾ കൊച്ചുകുട്ടികളെയും കൊണ്ട് കുന്തി വന്നു. എന്നിട്ട് വളർന്നു. ഒരുപാട് കഷ്ടപ്പാടുകൾ. യുഷ്മത്കൃതേ ബഹൂൻ ക്ലേശാൻ. എന്തോ കുട്ടികൾക്ക് ആഹാരം കൊടുത്തു, കിടത്തി ഉറക്കി, അങ്ങനെയല്ല. ദുര്യോധനാദികളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് സംരക്ഷണം നൽകാനായിട്ട് അവർ പെട്ട പാടിന് കണക്കൊന്നുമില്ല. ഇത് നന്നായി അറിയുന്ന ആളാണ് ഭീഷ്മർ. അതാണ് പറയണത്. യുഷ്മത്കൃതേ ബഹൂൻ കഷ്ടാൻ ക്ലേശാൻ ആപ്ത ലോകവതീ മുഹു. നിങ്ങൾ ഓരോരുത്തരും ഒറ്റപ്പെട്ട നിലയ്ക്ക് തന്നെ കേമന്മാരാണ്. ധർമ്മരാജാവിൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായ ആളാണ് ധർമ്മപുത്രർ. വായുദേവന്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായതാണ് ഭീമൻ. ഇന്ദ്രപുത്രൻ അർജുനൻ. ശനി ദേവതകളുടെ മക്കൾ നകുലസഹദേവന്മാർ. ആ നോക്കുമ്പോൾ ആ വരവ് തന്നെ എത്ര പാവനം ഒക്കെ കഴിഞ്ഞിട്ട് യേശവൈ ഭഗവാൻ സാക്ഷാത്. എല്ലാറ്റിനും മേലെ നിങ്ങളുടെ ഒപ്പം നിഴല് പോലെ കൃഷ്ണൻ. എന്നാൽ നിങ്ങൾ വേണ്ടതുപോലെ അറിഞ്ഞില്ല. തോളത്ത് കൈയിടലും ഗീതയിൽ പറയുന്നുണ്ട് അർജുനൻ. വിശ്വരൂപമെല്ലാം കഴിഞ്ഞപ്പോൾ അങ്ങടി മാറി. കൃഷ്ണ ഇത്രയ്ക്കുണ്ടാവും വിചാരിച്ചില്ല കേട്ടോ. തോളത്ത് കൈയിട്ട് കളിയാക്കി പരിഹാസമൊക്കെ ചെയ്തുവല്ലോ. ഞാൻ എത്ര വലിയ അപചാരം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ല. അസ്യ അനുഭാവം ഭഗവാൻ വേദ ഗുഹ്യതമം ശിവ. ഭഗവാന്റെ മഹിമ ആർക്കറിയാം? ശിവനറിയാം. പിന്നെ ആർക്കറിയാം? ദേവർഷി നാരദ സാക്ഷാത് ഭഗവാൻ കപില. നിങ്ങളെങ്ങനെയാ കണക്കാക്കണമെന്നറിയോ? യം മന്യസേ മാതുലേയം. റിലേഷൻഷിപ്പാ പറയണത്. മാതുലപുത്രൻ, അമ്മാവൻ്റെ മകൻ, വാസുമ്മാൻ്റെ മകൻ, വസുദേവരുടെ മകൻ. വസുദേവര അമ്മാവനാ, കുന്തിദേവിയുടെ സഹോദരന്. അപ്പോൾ പാണ്ഡവന്മാർക്ക് വസുദേവര അമ്മാവനാണ്.
ആ അമ്മാവൻ്റെ മകനാണ്. അങ്ങനെ മതിയോ? അങ്ങനെ മനസ്സിലാക്കിയാൽ മതിയോ? യം മന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം. ചില നേരത്ത് കൂട്ടുകാരനെ പോലെ, ചില നേരത്ത് ദൂത് പറയാൻ പറഞ്ഞയക്കണം, ചില നേരത്ത് സാരഥിയുമാക്കി. നോക്കൂ, എന്താ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ ആയുധമെടുക്കില്ല തീർച്ചയാക്കി, പിന്നെ എന്നെക്കൊണ്ട് എന്താ നിങ്ങൾക്ക് ഉപകാരം എന്ന് കൃഷ്ണൻ ചോദിച്ചപ്പോൾ എൻ്റെ തേര് തെളിക്കുന്ന സാരഥിയായിരിക്കണമെന്ന്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ് കൃഷ്ണനെ ഉപയോഗിക്കാൻ കഴിഞ്ഞത്. സർവാത്മനഃ സമദൃശഃ അദ്വയസ്യ അനഹങ്കൃതേഃ തത്കൃതം മതിവൈഷമ്യം നിരവധ്യസ്യ ന ക്വചിത്. ഇങ്ങനെയുള്ള ഭഗവാനെ നിങ്ങൾ വേണ്ടതുപോലെ അറിഞ്ഞില്ല. യുധിഷ്ഠിരൻ അതൊക്കെ കേട്ടു. കൂട്ടിക്കൊണ്ടുവന്നത് കൃഷ്ണൻ വേറൊരു ഉദ്ദേശത്തിലാണ്. യുധിഷ്ഠിരൻ്റെ സങ്കടം തീർക്കണം. അത് ഭീഷ്മർ മരിക്കുന്നതിന് മുമ്പ് വേണം. ലോകത്തിൽ ഭീഷ്മർക്ക് മാത്രമേ ഉള്ളൂ യുധിഷ്ഠിരൻ്റെ മനസ്സിൽ ഈ സങ്കടം തീർത്തു കൊടുക്കാനുള്ള വഴി. മറ്റുള്ള വ്യാസനൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, കൃഷ്ണൻ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ രാജധർമ്മം, ദാനധർമ്മം, മോക്ഷധർമ്മം, സ്ത്രീധർമ്മം, ഭഗവത് ധർമ്മം ചുരുക്കിയും വിസ്തരിച്ചും ഒക്കെ പറഞ്ഞു കൊടുത്തു. ശാന്തിപർവം മഹാഭാരതത്തിൽ അതിനുവേണ്ടി നീക്കിവെച്ച ഭാഗങ്ങളാണ്. ക്ഷമയോടുകൂടി നമുക്ക് തോന്നും, ഈ പരിക്കേറ്റ് ശരശയ്യയിൽ കിടക്കുന്ന മുത്തശ്ശന് വല്ല ദശമൂലാഷ്ടോ മറ്റേ കൊടുത്ത് സമാധാനിപ്പിക്കാൻ നോക്കാണ്ട് ഈ ചോദ്യം ചോദിക്കാൻ നിൽക്കണ്ടല്ലോ. അദ്ദേഹത്തിന് വേദനയില്ല. കൃഷ്ണദർശന ആനന്ദം കൊണ്ട് അദ്ദേഹത്തിന് വേദനയേ ഇല്ല. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചോദിച്ചു. നമ്മളിതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വിഷ്ണു സഹസ്രനാമം കാണുന്നത്. വിഷ്ണു സഹസ്രനാമം എങ്ങനെ തുടങ്ങുന്നു? ധർമ്മത്തെപ്പറ്റിയെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ശ്രുത്വാ ധർമാൻ അശേഷേണ പാവനാനി ച സർവശഃ യുധിഷ്ഠിരഃ ശാന്തനവം പുനരേവ അഭ്യഭാഷത. അവിടെയാണ് ഈ സഹസ്രനാമത്തിൻ്റെ ഉപദേശം വരുന്നത്. ഇതിനു മുമ്പ് ശ്രുത്വാ ധർമാൻ അശേഷേണ, ഇവിടെ ഈ പറഞ്ഞ ദാനധർമ്മം, രാജധർമ്മം, മോക്ഷധർമ്മം ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവസാനം എസൻസ് കോ ധർമ്മ സർവധർമാണാം ഭവത പരമോ മതഃ കിമേകം ദൈവതം ലോകേ കിം വാപി ഏകം പരായണം. അങ്ങനെ അതാണ് സഹസ്രനാമം. ഈ സന്ദർഭത്തിൽ ഭീഷ്മർ പറഞ്ഞു, നിങ്ങൾക്ക് അറിയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സമാധാനിക്കുക. ഇനി എനിക്ക് പോകേണ്ട നേരമായി, ഞാനിതാ പോകുന്നു. ആ ലാസ്റ്റ് മൊമെൻറ്റിൽ എന്താണോ മനസ്സിൽ അതാണ് നമുക്ക് വിധി നിശ്ചയിക്കുന്ന സന്ദർഭം. എനിക്ക് ഈ തിമതിരുപകൽപ്പിതാ വിതൃഷ്ണ ഭഗവതി സത്വത പൊങ്കവേ വിഭുംനി സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തം പ്രകൃതിമുപേയുഷി. ഭഗവാൻ ആരാണ്? ചിലപ്പോൾ ഒരു വിനോദത്തിന് വേണ്ടി പ്രപഞ്ചത്തെ സൃഷ്ടിക്കും. നാരായണീയത്തിൽ ചുരുക്കത്തിൽ പറയലാണല്ലോ മേൽപ്പത്തൂരിൻ്റെ സ്റ്റൈൽ. നിർവ്യാപാരോപി നിഷ്കാരണം അജ ഭജസേ യത്ക്രിയാം ഈക്ഷണാഖ്യാം. ഭഗവാൻ എങ്ങനെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു? നിർവ്യാപാര, ഒന്നും ചെയ്യണില്ല. നമുക്ക് ഒരു കടലാസിൽ എന്തെങ്കിലും എഴുതണമെങ്കിൽ പേനെടുത്ത് അത് റെഡിയാക്കിയിട്ട് കടലാസിൻ്റെ പൊസിഷനൊക്കെ നേരെയാക്കിയിട്ട് വേണ്ടേ? ഒന്നുമില്ല. നിർവ്യാപാരോപി നിഷ്കാരണം.
എന്തെങ്കിലും ഉള്ളിൽ നിന്ന് പ്രോംപ്റ്റിംഗ്, ഒരു പ്രേരണ, അതുമില്ല. നിർവ്യാപാരോപി നിഷ്കാരണം അജാ. ഏ ഭഗവാനെ, ഭജസേ യത് ക്രിയാം ഈക്ഷണാഖ്യാം. അങ്ങ് ഈക്ഷണം എന്നൊരു കാര്യം മാത്രം ചെയ്യുന്നു. ഈക്ഷണം എന്നുള്ള വാക്കിന് വാക്കർത്ഥം നോക്കിക്കാണൽ എന്നാണ്. എന്നാൽ നോക്കിക്കാണൽ ബ്രഹ്മത്തിന് ചേരില്ല. അപ്പോൾ സങ്കല്പം. സോകാമയത, വേദത്തിൽ പറയും, സോകാമയത ബഹുശ്യാം പ്രജായേതി സതപോതപ്യത സതപസ്തപ്വാ ഇതം സർവം അസൃജത. അദ്ദേഹത്തിന് തോന്നിയത്രേ. സോ അകാമയത, ഹി വിൽഡ്, അദ്ദേഹം സങ്കല്പിച്ചു. സോ കാമയത ബഹുശ്യാം പ്രജായേതി, ഞാനിപ്പോൾ ഒരാളാണ്, ഞാൻ പലതായിത്തീരണം. പലതായിത്തീരാൻ ആദ്യം എന്ത് ചെയ്തു? പഞ്ചഭൂതങ്ങൾ. തസ്മാത്വാ ഏതസ്മാദാത്മന ആകാശസംഭൂത, ആകാശാത് വായു, വായോരഗ്നി, അഗ്നേരാപഃ, അദ്ഭ്യപൃഥിവീ, പൃഥിവ്യാ ഓഷധയ, ഓഷധീഭ്യോ അന്നം. പിന്നെ അങ്ങോട്ട് പെരുകി പെരുകി വന്നു പ്രപഞ്ചം. ഭഗവാൻ വിഹർത്തും, ഇവിടെ ആ വാക്കാ ഉപയോഗിക്കും. ഒരു തമാശ, ഒരു രസം, ഒരു രസത്തിന്. ഭഗവതി സാത്വത പൊങ്കവേ വിഭൂമിനി സ്വസുഖം ഉപഗതേ ക്വചിത് വിഹർത്തം പ്രകൃതിമുപേയുഷീ. പ്രകൃതിയെ ഭഗവാൻ ആശ്രയിക്കുന്നു. പുരുഷനായ ജ്ഞാനസ്വരൂപനായ ബ്രഹ്മം ചില നേരത്ത് വിഹർത്തും പ്രകൃതി ഉപേക്ഷി. അങ്ങനെയുള്ള അദ്ദേഹത്തിൽ മതിഹി ഉപകൽപ്പിത, എൻ്റെ മനസ്സ് ഞാൻ ഉറപ്പിച്ചു നിർത്തുന്നു. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് ഭഗവത് രൂപത്തിൽ പൂർണ്ണമായും ലയിക്കാൻ കഴിയണം. പിന്നെ നാമം മതി. ഇതുപോലുള്ള ശ്ലോകങ്ങളൊന്നും ഉരുവിട്ട് പഠിക്കണമെന്നില്ല. നാമങ്ങൾ, ഭഗവാനെക്കുറിച്ചുള്ള ശ്ലോകങ്ങൾ ഏതാണോ നമുക്ക് ഹൃദിസ്ഥം, അത് നമുക്കതൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. ഭാരതത്തിൽ ഏത് മൂർത്തിയെക്കുറിച്ചും എത്രയെങ്കിലും ധ്യാന ശ്ലോകങ്ങളുണ്ട്. ആ ധ്യാന ശ്ലോകങ്ങൾ നമുക്ക് ഭഗവാന് പടം വരയ്ക്കും പോലെ കാണിച്ചു തരും. സരസ്വതീ ദേവിയെ വിദ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയിരിക്കും സരസ്വതീ ദേവി? കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. തരാവോ നിശല്യ? എന്നാൽ ഞാൻ പറഞ്ഞുതരാം. യാ കുന്ദേന്ദു തുഷാരഹാരധവള, യാ ശുഭ്രവസ്ത്രാവൃത, യാ വീണാവരദണ്ഡമണ്ഡിതകര, യാ ശ്വേതപത്മാസന, യാ ബ്രഹ്മാച്യുതശങ്കരപ്രഭൃതിഭിः ദേവൈः സദാ പൂജിത, സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപഹ. നമുക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ട് വേണമല്ലോ കാര്യങ്ങൾ ഗ്രഹിക്കാൻ. അതിലും വെച്ച് കണ്ണാണ് കൂടുതൽ നമുക്ക് കാര്യഗ്രഹണത്തിന് സഹായം. ഇപ്പം ചെവി കേട്ടില്ല, മണം കിട്ടണില്ല വെച്ചാൽ കൂടി നമ്മൾ അത്ര സങ്കടപ്പെടില്ല. കണ്ണ് കാണാണ്ടായാൽ വലിയ വിഷമായി. അപ്പോൾ കണ്ണ് തുടങ്ങിയ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായാൽ നമുക്ക് പിടികിട്ടി എന്നർത്ഥമാണ്. സരസ്വതീ ദേവിയുടെ രൂപം പിടികിട്ടി. എങ്ങനെ? കുന്ദ ഇന്ദു തുഷാര ഹാര ധവള, വെളുത്ത വസ്തുക്കൾ 3-4 നിരത്തി കണ്ടിട്ടുണ്ടോ? കുന്തം, ഇന്ദു, കുന്തം വെച്ചാൽ മുല്ലപ്പൂവ്, ഇന്ദു വെച്ചാൽ ചന്ദ്രൻ. മുല്ലപ്പൂ കാണാത്തവർ വല്ലവരുണ്ടോ? ചന്ദ്രനെ കാണാത്തവരാരെങ്കിലും ഉണ്ടോ? തുഷാരം, മഞ്ഞ്, ആരാളെ കാണാത്തവർ? ഹാരം, മുത്ത്, നെന്മുത്ത്. ഇതിലേതെങ്കിലും ഒന്ന് കണ്ടിട്ടുള്ളവർക്ക് ദേവിയുടെ വെളുത്ത നിറം മനസ്സിൽ പതിയും. യാ കുന്ദേന്ദു തുഷാരഹാരധവള, യാ ശുഭ്രവസ്ത്രാവൃത.
ശുഭ്രവസ്ത്രം ധരിച്ച് യാ വീണാവരതുണ്ട മണ്ഡിതകര, മടിയിൽ വീണ വെച്ച് അതിൽ കമ്പിയിൽ വിരലോടിക്കുന്ന, യാ ശ്വേതപത്മാസന, വെള്ളത്താമരപ്പൂവിലിരിക്കുന്ന, ഇങ്ങനെയുള്ള ആ ഒരു രൂപം കൂടി കിട്ടുമ്പോൾ ധ്യാനിക്കാൻ എളുപ്പം. ഇങ്ങനെ എത്രയെത്ര ധ്യാന ശ്ലോകങ്ങൾ ചെറുതും വലുതുമായിട്ട് നമുക്കുണ്ട്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര ലക്ഷ ലക്ഷ മഹാബാഹോ ശാസ്ത്രേതുഭ്യം നമോ നമഃ. ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹം രുദ്രസ്യ സൂനം സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. ഇങ്ങനെ എണ്ണമറ്റ ധ്യാന ശ്ലോകങ്ങൾ. ഈ പടം വരയ്ക്കുന്നുണ്ടല്ലോ ദേവതകളുടെ, അവരൊക്കെ ഈ ധ്യാന ശ്ലോകം വെച്ചുകൊണ്ടാണ്. ഈ ധ്യാന ശ്ലോകം വെച്ച് സ്ഥപതി കല്ലിൽ കൊത്തുന്ന ആള് വരയ്ക്കും. എന്നിട്ട് അതിനനുസരിച്ച് കല്ലിൽ കൊത്തി രൂപമുണ്ടാക്കും. ഇവിടെ എന്തൊരു സുന്ദരമായ വർണ്ണനയാ ഭീഷ്മർ. എൻ്റെ മുമ്പിൽ, എൻ്റെ മനസ്സിൽ ഈ രൂപം തെളിയട്ടെ. ത്രിഭുവനഗമനം തമാലവർണം രവികര ഗൗരവരാംബരം ദധാനെ വപുരളകുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്ത്വമേ അനവദ്യ. വിജയസഖനിൽ വിജയൻ്റെ, ഇന്ദ്രൻ്റെ സ്നേഹിതൻ കൃഷ്ണൻ. എത്രയോ പേരുണ്ട്. കൃഷ്ണൻ തന്നെ പറഞ്ഞതാണ് യു ആർ മൈ ഫ്രണ്ട്. സഖാസി, മേ സഖാസി, യു ആർ മൈ ഫ്രണ്ട്. അതുകൊണ്ട് ആ വാക്കന്നെ ഉപയോഗിക്കാം. വിജയസഖേ. ആ കൃഷ്ണനിൽ എങ്ങനെയുള്ള രൂപം? ത്രിഭുവനഗമനം. 3 ലോകത്തിലും ഇതിൽ അഴകേറിയൊരു രൂപമുണ്ടോ? ഗുരുവായൂരപ്പനെ 2 ശ്ലോകം കൊണ്ട് വർണ്ണിച്ചിട്ട് പട്ടേരിപ്പാട് നാരായണീയത്തിൽ 3-ാമത്തെ ശ്ലോകം വന്നപ്പോൾ വാക്കില്ല. യത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം തദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം. വാക്കില്ല. അതെന്താ പറയാ എന്ന് പറഞ്ഞിങ്ങനെ കയ്യും മേപ്പെട്ട് കാണിക്കുക, അല്ലാണ്ട് ഒന്നും ചെയ്യാൻ വയ്യ. ഭുവനേന കസ്യ കുതുകം വിഷ്ണാതി. അതാണ് ത്രിഭുവനഗമനം. തമാലവർണം, ഇരുണ്ട നിറം. രവികര ഗൗരവരാംബരം ദധാനേ. ഉദയസൂര്യന്റെ നിറമുള്ള പീതാംബരം ധരിച്ച് വപുരളക കുലാവൃതാനനാബ്ജം. അളകം, ചുരുണ്ട തലമുടി, അത് നെറ്റിയിലേക്ക് ഇങ്ങനെ വീണ് കിടക്കണം. ഭീഷ്മർക്ക് കൃഷ്ണനെ കൂടുതലായിട്ട് കാണാൻ കഴിഞ്ഞത് യുദ്ധഭൂമിയിൽ വെച്ചാണ്. യുദ്ധഭൂമിയിൽ കൃഷ്ണൻ ഒരു കയ്യിൽ ചാട്ടവാറും മറ്റേ കയ്യിൽ കടിഞ്ഞാണുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ദേഹം ഒലയ, വേർക്കുക, പൊടി, കുതിരകളുടെ കുളമ്പിൽ നിന്ന് പൊന്തുന്ന പൊടി, ഓടുമ്പോഴുള്ള വയർപ്പ്, ചുരുണ്ട മുടി നെറ്റിയിൽ പറ്റി കിടക്കണു, അതിൽ പൊടിയുണ്ട്, വേർപ്പുണ്ട്. എന്തൊരു സുന്ദരമായ വർണ്ണനം. അളകകുലാവൃതാനനാബ്ജം. അങ്ങനെയുള്ള കൃഷ്ണനിൽ എൻ്റെ മനസ്സ് പതിയട്ടെ. അടുത്ത ശ്ലോകം ഇനിയും മർമ്മസ്പൃക്ക. യുധി തുരകരജോ വിധൂമ്രവിക്ഷ്വ കചലുളിത ശ്രമവാര്യലങ്കൃതാസ്യേ. തേരോടിക്കുമ്പോൾ നല്ല അധ്വാനമുണ്ട്. എവിടേക്കൊക്കെയാണ് കൊണ്ടുപോകണ്ടേ? അർജുനെ വെച്ചാൽ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകണമല്ലോ. വിശ്രമമേ ഇല്ല. ഇങ്ങോട്ടോടിച്ചു, അങ്ങോട്ടോടിച്ചു, ഇങ്ങോട്ടോടിച്ചു, അങ്ങോട്ടോടിച്ചു. മമ നിശിതശരേഹി വിഭിദ്യമാനത്വജീ. ഞാൻ വെറുതെ ഇരിക്കുമോ? എനിക്കെൻ്റെ ധർമ്മം പാലിക്കണ്ടേ? ഭീഷ്മർ പറയാം,
എൻ്റെ എതിർചേരിയിൽ നിൽക്കുന്ന ആളാണ് അർജുനൻ. അർജുനനെയും അർജുനൻ്റെ സാരഥിയെയും അമ്പെയ്ത് വിഷമിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ്. ഞാൻ അമ്പെയ്യും. അമ്പിൽ ചിലതൊക്കെ കൃഷ്ണൻ്റെ മേലും കൊള്ളും. കൃഷ്ണൻ്റെ മേല് കൊള്ളുമ്പോഴോ മമ നിശിത ശരൈഹി വിഭിദ്യമാനത്വജീ, തൊലി പൊളിയും, രക്തം ഒഴുകും. അങ്ങനെയുള്ള കൃഷ്ണനിൽ വിചിത്രമായിരിക്കണമില്ലേ ഈ ധ്യാനം. ഇത്രയൊക്കെ പറയണ ആൾ എന്തിനാ ഈ നോവിക്കാൻ പോയെന്ന്. അവിടെയാണ് ഭീഷ്മരുടെ പേഴ്സണാലിറ്റി. സമ്പൂർണ്ണ ഭക്തനാണ്. അതേസമയം അദ്ദേഹം ഭഗവാനെ നന്നായി മനസ്സിലാക്കിയതുകൊണ്ടും തൻ്റെ ധർമ്മം താൻ നിർവഹിക്കണം എന്നതുകൊണ്ടും. സപതി സഖി വചോ നിശമ്യമധ്യേ നിജപലയോ ബലയോ രഥം നിവേശ്യാം ചിതവതി പരസൈനികായൊരക്ഷ്ണാഹൃതവതി. യുദ്ധാരംഭത്തിൽ സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയ എന്ന അർജുനൻ കൃഷ്ണനോട് ആവശ്യപ്പെട്ടു. തേര് കൊണ്ടുപോയി നടുക്ക് നിർത്തി, രണ്ട് ഭാഗത്തിൻ്റെ നടുക്ക്. എന്നിട്ട് കൃഷ്ണൻ ഒരു സാരഥിയുടെ ധർമ്മം നിർവഹിക്കുന്നു എന്ന മട്ടിൽ എന്തു പറഞ്ഞു? നോക്കൂ അർജുന, അതാ കർണൻ. നോക്കൂ അർജുന, അതാ ദ്രോണർ. നോക്കൂ അർജുന, അതാ ഭീഷ്മരൻ. ഇങ്ങനെ ഓരോരുത്തരെ ചൂണ്ടിക്കാണിക്കണം. കാഴ്ചക്കാർക്ക് തോന്നും ഇൻട്രഡ്യൂസ് ചെയ്യാണ്. അക്ഷ്ണ, കണ്ണുകൊണ്ട് നോക്കിയിട്ടാണ് വിരലുകൊണ്ട് ചൂണ്ടണത്. കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ തീർന്നു. അസ്തു അസ്തു, യുവർ ഡേയ്സ് ആർ നമ്പേർഡ്, കഴിഞ്ഞു എന്ന്. ഇതാണ് അന്ന് അദ്ദേഹം ചെയ്തത്. വ്യവഹിതപ്രതനാമുഖം നിരീക്ഷ്യ സ്വജനവധാത് വിമുഖസ്യ ദോഷബുദ്ധ്യ. അതിനിടയ്ക്ക് സ്വജനങ്ങളെ കൊല്ലണമല്ലോ എന്ന സങ്കടം കൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ പുറപ്പെട്ട അർജുനനെ ഗീതോപദേശം കൊണ്ട് തിരിച്ചു നിർത്തി ആത്മബോധമുണ്ടാക്കി. അങ്ങനെയുള്ള കുമതി മഹരത്ത്, കുമതിയ യുദ്ധഭൂമിയിൽ വന്നിട്ട് യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് കൊള്ളരുതായ. മതി കുമതി, കൊള്ളരുതാത്ത ബുദ്ധി, വിവരക്കേടെന്നർത്ഥം. അത് അപഹായ. ഗീതോപദേശം കൊണ്ട് എന്ത് ചെയ്തു? അർജുനനെ ബാധിച്ച കുമതി ഇല്ലാണ്ടാക്കി. അങ്ങനെയുള്ള കൃഷ്ണനിൽ ചരണരതി പരമസ്യ തസ്യ മേ അസ്തു. അടുത്തത് എന്തൊരു കാരുണ്യമാ ഭഗവാന്. കാഴ്ചക്കാർക്ക് തോന്നണതൊന്ന്, യഥാർത്ഥത്തിൽ നടന്നതുമാണ്. എന്നോടുള്ള അപാര കാരുണ്യം അവിടുന്ന് എങ്ങനെ കാണിച്ചു? യുദ്ധത്തിൽ ആയുധമെടുക്കില്ല എന്ന് അങ്ങ്, എടുപ്പിക്കും എന്ന് ഞാൻ. ആരാ ജയിക്കുക? ഭഗവാനല്ലേ ജയിക്കൂ. വിജയസാധ്യത ഭഗവാനല്ലേ. കൃഷ്ണൻ വിട്ടുകൊടുത്തു, തനിക്കായിക്കോട്ടെ വിജയെന്ന്. എൻ്റെ ഭക്തൻ ജയിക്കട്ടെ, ഞാൻ തോറ്റാലും വിരോധമില്ല. എനിക്ക് തോൽവിയും ജയവും രണ്ടും ഒന്ന് തന്നെ. അതാണ് സ്വനിഗമമപഹായ മത്പ്രതിജ്ഞാം രഥമധികർത്തും അവപ്ലതോ രഥസ്ഥ. അർജുനനെ വല്ലാതെ വെള്ളം കുടിപ്പിക്കണോ? ഇത് കണ്ടപ്പോൾ തേരാളിയായിരിക്കുന്ന കൃഷ്ണന് സഹിച്ചില്ല. അമ്പട്ടാ, ഞാനിവിടെ ഇരിക്കുമ്പോൾ അർജുനനെ ഇങ്ങനെ വെള്ളം കുടിപ്പിക്കുക, കാണിച്ചു തരാമെന്ന് പറഞ്ഞു. താഴെ ചാടി. രഥചരണ സങ്കല്പമാത്രേണ കയ്യിൽ സുദർശനം വന്നു ചേർന്നു. ചക്രപാണേ നമസ്തേ എന്ന് പറഞ്ഞ് വില്ല് മുമ്പൻ താഴെ വെച്ച് ഭീഷ്മരെ ഭഗവാനെ വന്ദിച്ചു. നടന്നതെന്താ? അർജുനനെ രക്ഷിക്കാൻ വേണ്ടി കൃഷ്ണൻ ചക്രവുമായിട്ട് ഭീഷ്മരുടെ നേർക്കടുത്തു വന്നു. ആന്തരമായ അർത്ഥമെന്താ? എൻ്റെ പരമഭക്തനായ ഭീഷ്മർ സംഗതി വശാൽ എതിർചേരിയിൽ നിൽക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം അതിൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നു. ശിതവിശിഖഹതോ വിഷീർണദംശ ശതജ പരിപ്ലത ആതതായിനോ മേ പ്രസഭം അഭിസസാരമത്വദാർത്ഥം.
ദേഹം ഛിന്നഭിന്നമായിരിക്കാനില്ലേ, കവചമെല്ലാം തകർന്ന് ചോര എങ്ങനെ ഒലിക്കുക. അങ്ങനെയുള്ള എന്നെ കൊല്ലാനായിട്ട് അങ്ങ് വന്നു. അങ്ങ് യഥാർത്ഥത്തിൽ എന്നെ അനുഗ്രഹിക്കുക ചെയ്തു. അജാമിള കഥ പറയുമ്പോൾ 6-ാം സ്കന്ധത്തിൽ 12 ഭക്തന്മാരുടെ ഒരു ലിസ്റ്റ് പറയും. യമന പറയണം. അതിലൊന്ന് ഭീഷ്മര. അങ്ങനെ അംഗീകൃതമായ ഒരു സ്ഥാനമാണ് ഭീഷ്മർക്ക്. അദ്ദേഹം ഉപസംഹരിക്കുന്നു. തമിമം അഹം അജം ശരീരഭാജാം ഹൃദി ഹൃദി ധിഷ്ഠിതം. എസൻസാണ് ഈ ഭീഷ്മസ്തുതിയിലെ എസൻസാണ്. അജനാണ്, ജനനമില്ലാത്തവൻ. ഹൃദി ഹൃദി എല്ലാവരുടെയും ഹൃദയത്തിൽ വർത്തിക്കുന്ന ആത്മകൽപിതാനാം പ്രതിദൃശ്യമിവ നൈകഥാർക്കമേകം. അങ്ങനെ ബ്രഹ്മം എല്ലാവരിലും എങ്ങനെ ഇരിക്കാമല്ലോ. സൂര്യൻ ഒന്നല്ലേ ഉള്ളൂ. സൂര്യൻ ലോകം മുഴുവനും വ്യാപിച്ചിരിക്കണമല്ലോ. അതുപോലെ സർവവ്യാപിയായ ആത്മാവ് ബ്രഹ്മമൊന്ന് എല്ലാ ഹൃദി എല്ലാ ഹൃദയത്തിലും. അങ്ങനെയുള്ള പ്രതിദൃശ്യമിവ നൈകഥാർക്കമേകം സമധിഗതോസ്മി വിദൂതഭേദമോഹ. ഭേദമോഹം, വേറെ വേറെ എന്നുള്ള വിചാരം വിട്ട് എല്ലാം ബ്രഹ്മം എന്ന സമ്പൂർണമായ സങ്കല്പത്തോടെ ഞാനിതാ വിരമിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം കണ്ണടച്ചു. കൃഷ്ണ ഏവം ഭഗവതി മനോവാഗ്ദൃഷ്ടിവൃത്തിഭിः ആത്മനി ആത്മാനമാവേശ്യ സഹ അന്ധശ്വാസഃ ഉപാരമത്. ആ മരണവേളയാ വർണ്ണിക്കണത്. മനസ്സ്, ഇന്ദ്രിയങ്ങൾ എല്ലാറ്റിനെയും വിഡ്രോ ചെയ്ത് ആത്മനി ആത്മാനമാവേശ്യ അന്ധശ്വാസഃ. പ്രാണൻ അങ്ങനെ അടങ്ങി ഭഗവാനിൽ ലയിച്ചു. ഈ 2 ധന്യ വ്യക്തികൾ, ഒന്ന് കുന്തിദേവി, ഒന്ന് ഭീഷ്മർ. ഈ 2 പേരുടെ സ്തുതി പ്രഥമസ്കന്ധത്തിൽ തന്നെ വെച്ചത് കണ്ടോ. കൃഷ്ണന്റെ വൈഭവത്തെ അറിയേണ്ടവരെങ്ങനെയാണ് അറിഞ്ഞിരിക്കണമെന്ന് കണ്ടോ. നമുക്കും ഈ ഭാഗവതത്തിൽ അറിയാനുള്ളത് കൃഷ്ണന്റെ വൈഭവമാണ്. ഈ കൃഷ്ണവൈഭവത്തെ വിസ്തരിച്ച് ദശമത്തിൽ പറഞ്ഞാലും അവിടെ കൃഷ്ണൻ മരിക്കപ്പെടുന്നു. പ്രഥമസ്കന്ധത്തിൽ തന്നെ ഭഗവാൻ എടുത്ത നാനാ അവതാരങ്ങളെ പറ്റി പറയുമ്പോൾ ഏതേതു അംശകലാ പുംസഃ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഈ പറഞ്ഞതെല്ലാം ഭഗവാന്റെ അംശങ്ങളാണ്. കൃഷ്ണനാണ് സമ്പൂർണം. അങ്ങനെയുള്ള ഭഗവാൻ കൃഷ്ണനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ പ്രശ്നമില്ല. ഇദ്ദേഹം ഭീഷ്മരും ഈ കുന്തിദേവിയും നമ്മുടെ മുന്നോടികളാണ്. അവർ പോയ വഴിയെ പോയാൽ മതി, നമുക്ക് അധ്വാനമില്ല. അവർ പോയ വഴിയെ പോയാൽ നമുക്ക് കൃഷ്ണനെ ഉള്ളിൽ തെളിഞ്ഞു കാണാം. അങ്ങനെ തെളിഞ്ഞു കാണണം. അതെത്ര തെളിഞ്ഞു കാണുന്നു അത്രയും ഈ ഭാഗവത തത്വവിചാര സത്രം നമുക്കെല്ലാം പ്രയോജനപ്പെട്ടു എന്ന് അഭിമാനിക്കാം. അങ്ങനെ അഭിമാനിക്കാവുന്നൊരവസ്ഥ ഭഗവാൻ കൃഷ്ണൻ നമുക്കുണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ആ ഭജനഗാനം പാടിക്കൊണ്ട് നടത്താം. ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി, ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി, ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി.
നന്ദകുമാര നവനീത ചോര നന്ദകുമാര നവനീത ചോര ഹൃദയ വിഹാര ബടാ ചിത്ത ചോര ഹൃദയ വിഹാര ബടാ ചിത്ത ചോര ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി